കിൻഡില് കണക്കിന് അടിവാരം തീർത്തപ്പോൾ തത്ത പറഞ്ഞല്ല താറോ പറഞ്ഞ പോലെ ഇവനെ കൊണ്ട് പറയിപ്പിച്ചു. പറഞ്ഞു കൊടുക്കണം. എന്താ അണ്ണാ? വലത്തോട്ട് മാറി നിൽക്കടാ. അണ്ണാ എന്നെ ഒന്നും ചെയ്യരുത്. ആ അണ്ണാച്ചി പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. മാരുതിരാജ അല്ലടേ, മഹേന്ദ്ര രാജ. ഇന്ത്യക്ക് ഫ്യൂസുകൾ ഊരാൻ വന്ന രാജ. എന്തൊരു ഡായ്, ആദ്യാട്ടി പിന്നെ ഫ്യൂസ്. ക്ഷമിക്കല്ലോ. നിന്നെ വടക്കിക്കൊണ്ടുവല്ലോ. നീ തമിഴുകളൊക്കെ പഠിച്ചോടെ? വളിന്നൊക്കെ തെറ്റാതെ പറയണണ്ടല്ലേ അണ്ണാ. മലയാളത്തിലാണേലും തമിഴിലാണേലും വളി മാത്രം എനിക്ക് തെറ്റത്തില്ല. എനിക്കാണ് അതും കൂടെ അറിയത്തില്ലടേ. വെറും 2ാം ക്ലാസ്. സൗണ്ട് കേൾക്കുമ്പോ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. എഴുന്നേക്കടാ അങ്ങോട്ട്. 3 സൈക്കിളും 2 കാളവണ്ടിയും വെച്ച് മല്ലപ്പള്ളി വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. ഈ എനിക്കിന്ന് 4,000 സൈക്കിളിന്റെ വ്യാപാരമുണ്ട്. ആ എന്നോട് മുട കാണിക്കാൻ വന്നാണ്ടല്ലോ, അഴുക്ക പയലെ അടിച്ച് 100 ഞാൻ കേട്ടാ. നീ എന്തിനു വിചാരിച്ച്? ഇവിടെയുള്ള വ്യാപാരികൾക്കെല്ലാം കായ്കളും മറ്റും കൊടുത്ത് എന്റെ വണ്ടിക്കെല്ലാം പണിയാണെന്ന് വരുത്തി തീർത്ത ഞാൻ പെട്ടിയും മടക്കി കാശിക്ക് പോകാന്ന് വിചാരിച്ച നിനക്ക് തെറ്റിയടേ. ഇവിടെയുള്ള സകല വ്യാപാരികൾക്കും ബോണ്ടയും പരിപ്പൂടയും ചായ മേടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനായാലും നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൂട്ടി താക്കല്ലോട്ടെ ഞാൻ പോകാനുണ്ട്. സാവൂട്ട എഴുതി വാങ്ങരുടെ അവന്റെ സ്ഥാപന രംഗമ വസ്തുക്കളെല്ലാം. വണ്ടിപ്പണി എഞ്ചിൻ പണി തള്ളേ കലിപ്പ് തീരടലല്ല. ഹലോ, അതെയോ? നമ്മുടെ രാഹുലിനെ പോലീസ് പിടിച്ചു. അതെയോ അണ്ണാ, നമ്മുടെ രാഹുലിനെ പോലീസ് പിടിച്ചു. എന്തറിന് അറിയില്ലണ്ണ. എന്നാ വരി. നീ എന്തിനാണ് പിന്നെ തല്ലിയത്? നീ ആരാന്ന് അറിയാൻ പോലീസിൽ പരാതി കൊടുത്തതിനാണോ? അങ്ങനെയാണ് എനിക്കിപ്പോ പരാതിയുണ്ട്. ആരാണ് നീ? എന്താണ് നിനക്ക് വേണ്ടിയത്? അപ്പൊ ഞാൻ ആരാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. പണ്ടൊരു രമണിയുടെ വീടിന്റെ വാതിലിൽ മുട്ടിയപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കണം. ആരാണ് നീ, എന്തിനാണ് എനിക്ക് വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു പാക്കറ്റ് അച്ചാറും ഒരു സോഡയും വേണമെന്ന്. അപ്പൊ ആ തള്ള പറഞ്ഞ തരാൻ മനസ്സില്ല. അവിടുന്ന് കെട്ടി ഊരും പേരുകളും ഈ വലിയ മനുഷ്യരുണ്ടല്ലോ, ഇതായിട്ട പേരാണ് മാണിക്യൻ. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് അത് എന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. അത് ചെയ്യാനെ കൊണ്ടാണ് നിന്നെയൊക്കെ നേരെയാക്കാൻ. അത് എന്റെ മുറയ്ക്ക് ചെയ്തിട്ട് മാണിക്ക് ഇവിടുന്ന് പോകുള്ളൂ കേട്ടാ. ഞങ്ങളുടെ അമ്മയുടെ മുമ്പിൽ നിങ്ങൾ നാടകം കളിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിച്ചത്? ഇതിനുള്ള ഉത്തരം നീ പറയണ അതാ ഞാൻ പറയണ? അതെ, ത്യാഗം തന്നെയാ. ഇങ്ങനെ ഒരുക്കണ ഇവിടെ ജീവൻ പോകാതെ കൊണ്ട് നിർത്തിയേക്കുന്നത് ത്യാഗം തന്നെ. അമ്മയ്ക്കറിയോ, അമ്മേരെ ഈ മോനെ കൊല്ലാൻ ആളെ വരെ വിട്ടിട്ടുണ്ട്. അമ്മേരെ ഈ മോൻ യവൻ എന്നോടുള്ള കലിപ്പ് തുടങ്ങിയിട്ട് വർഷം കുറയായി. 10 മാസം ഒരേ പള്ളയിൽ കിടന്ന് നീ എപ്പോഴാണ് എനിക്ക് ശത്രുവായത്? നന്നാക്കാൻ വരുന്ന എങ്ങനെ ഒരുത്തനാണെന്ന് അറിയുമ്പോ അണ്ണാ നമ്മൾ ചോടി ഓരോന്ന് നിരൂപിച്ചല്ലോ, കണ്ടില്ലല്ലോ. എങ്ങനെ വരാനെ കൊണ്ട്
ആറിഷ് മാണികയില് ആയിരക്കണക്കിന് വണ്ടികൾ മേടിച്ചു കൂട്ടാനുള്ള തിരക്കില്ലല്ലേ? അതിനിടയിൽ എന്തൊരപ്പ എന്തൊരു സ്വന്തം ജ്വാരകള് അല്ലേ? അർഹതയില്ലാതെ അപ്പന്റെ സ്വന്തം വണ്ടികളൊന്നും ഈ വലിഞ്ഞു കയറിയെന്ന വളർത്തുവാന് വേണ്ട ഏട്ടാ. എന്തിന് ഇല്ലോളം കഞ്ഞി പറ്റ തള്ളയുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റാതെ പോയനാണ് ഞാൻ. എന്നാലും സഹോദര കുന്നോളം ഉണ്ട് കേട്ടോ സങ്കടങ്ങള്. നിനക്ക് വേണ്ടി മാറ്റിയിട്ടാണ് ഞാൻ മാരുതി ഏറ്റുകളും പറ്റും. അതിന് പകരം 10,000 കാറുകൾ വാങ്ങിക്കാനുള്ള സ്ഥിതിയുണ്ട് എനിക്കിപ്പോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ എന്നെ കൊണ്ടു നടക്കണത് എന്റെ അനിയനെ എന്ന് ഇങ്ങനെ ഓർമ്മിക്കാനായിട്ടാണ്. എന്നിട്ട് നീ പറഞ്ഞു കളഞ്ഞല്ല എന്റെ വലതുഭാഗത്ത് ഇരുട്ടാണ്. കൊള്ളാം. ആയുഷ്കാലം മുഴുവൻ മേയ്ക്കണവന്റെ അടി കൊണ്ട് നടന്നാലും അവസാനം 60 തന്നെ കഴുത്തിൽ. നമ്മളില്ലേ, ഒന്നുകിൽ നിങ്ങളോളം മാണിക്യം വലുതാകണം, അല്ലെങ്കിൽ മാണിക്യത്തോളം നിങ്ങൾ ചെറുതാകണം. ഇത് രണ്ടും നടക്കാത്തിടത്തോളം കാലം മാണിക്യത്തിന് ഇടപെടാൻ നല്ലത് മാരുതി ഏറ്റുന്നത് തന്നെ. അതുകൊണ്ട് മാണിക്യം പോവുകയാണ്. വരി.